മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആഘാതം ഉണ്ടായിട്ടും വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനമായി ഇപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുമ്പോട്ട് പോവുകയാണ്. അതിനു പേരിലാണ് ബഹുമാന്യനായ മതേതരത്വത്തിൻ്റെ വക്താവായി നിൽക്കുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയാണ്. ആരാണ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ്. അതായത് പാലക്കാട് വോട്ട് കൂടി CPM-ൻ്റെ, മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞു. CPM-ൻ്റെ വ്യത്യാസം കുറഞ്ഞു എന്നാണ് ഞാൻ ഓർത്തത്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും 3-ാം സ്ഥാനത്താണ് ക്ലാസ്സിൽ. അപ്പോൾ അമ്മ എപ്പോഴും വഴക്ക് പറയും. അപ്പോൾ അവരോട് നീ 2-ാം സ്ഥാനത്തെങ്കിലും എത്താൻ നോക്കാൻ പറയും. അപ്പോൾ ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2-ാം സ്ഥാനക്കാരൻ്റെ തൊട്ടടുത്തെത്തി അമ്മയെന്ന് ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ചോദിച്ചു, നിൻ്റെ മാർക്ക് കൂടിയാന്ന് ചോദിച്ചു. എൻ്റെ മാർക്ക് കൂടിയില്ല, അവൻ്റെ മാർക്ക് കുറഞ്ഞു, എൻ്റെ അടുത്തെത്തി. അപ്പോൾ അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു. അതല്ല ഇവിടെ നടന്നത്. എങ്ങനെയാണ് CPM-ഉം 2-ാം സ്ഥാനമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത്? CPM-ൻ്റെ വോട്ട് കൂടിയിട്ടാണ്. 50,000 വോട്ടുണ്ടായിരുന്ന CPM-ൻ്റെ വോട്ട് 39,000 വോട്ടായി മാറി. അപ്പോഴാണ് CPM അടുത്തു വന്നെന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്? CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞുവെന്ന്. BJP-യുടെ വോട്ട് കുറഞ്ഞതാണ്, താഴേക്ക് പോയതാണ്. ആ BJP-യുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതാണ്. അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി. CPM-ൻ്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാട്ടിൽ. ഇവിടെ ആ 3-ാം സ്ഥാനം നിലനിർത്തി. 1000 വോട്ട് 900 ചില്ലാൻ വോട്ട് കൂടിയെന്നാണ് പറയുന്നത് 2021-നേക്കാൾ. 2021 ശേഷം 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ CPM-ന് ഷെയർ ഒന്നുമില്ലേ? 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്, അതിൽ ഷെയർ ഇല്ലേ? എന്നിട്ട് പറയാണ്, എന്നിട്ടൊരു വ്യാപകമായ പ്രചരണം SDP-യുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത്. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു. അതായത് BJP-യുടെ വോട്ടാണ് 11,000-ഓളം വോട്ട് കുറഞ്ഞത്. അതിൽ നിന്നുള്ള ഷെയറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വോട്ടാണ്. ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത്. BJP-ക്ക് ഈ ശ്രീധരന് പോയ വോട്ടിൽ ഒരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം ഉണ്ടായത്. ഈ ശ്രീധരന് പോയ വോട്ട് SDP-യുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പോയത്? അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത്. ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് 6,000 വോട്ട് പോളിംഗ് കുറഞ്ഞു, 11,000 വോട്ട് BJP-യുടെ കുറഞ്ഞു. ബാക്കിയുള്ള 5,000-ഓളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത്. ആ വോട്ട് SDP-യുടെ വോട്ടാണോ? എന്നിട്ട് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ CPM-ഉമായി ചേർന്നിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യാണ്. ഈ വിജയത്തിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ്. ഈ വിജയം തന്നെയാണ്. CPM മനസ്സിലാക്കേണ്ടത്, CPM പാലക്കാട് ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് പോയി അല്ലേ? പാലക്കാട് ചേലക്കരയിൽ അവർ 40,000 വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞു. 28,000 വോട്ട് നഷ്ടപ്പെട്ടു. 75,000-ഓളം വോട്ട് വയനാട് കുറഞ്ഞു. എന്നിട്ട് പറയാണ് ഒരു ജനവിരുദ്ധ ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു, അങ്ങനെ അവർ വിശ്വസിക്കാതെ അങ്ങനെ വിശ്വസിക്കട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയാനാണ്